ചില ആൾ തെറ്റിദ്ധരിച്ച് ഒരു കൗണ്ടറിലെ മാത്രം നമ്പർ എടുത്തിട്ട് അതാണ് പങ്കെടുത്തതെന്ന് വാർത്തകൾ വന്നായിട്ട് ഞങ്ങൾ കണ്ടു. ഒരു കൂട്ടർ 648 എന്ന് പറഞ്ഞ ഒരു കൗണ്ടറിലെ രജിസ്ട്രേഷനാണ്. ഏത് ചർച്ചയ്ക്ക് വേണ്ടി പോകുന്ന ഞങ്ങളിതാ ക്ലൗഡ് മാനേജ്മെന്റിൽ ചർച്ചയ്ക്ക് പോകുന്നു 648, അല്ലെങ്കിൽ മാസ്റ്റർ പ്ലാനിൽ സംസാരിക്കാൻ പോകുന്നു 950, ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടാണ് അതും വിട്ടിരുന്നത്. അപ്പൊ അത് മാത്രം എടുത്തിട്ട് കൊടുത്തിട്ട് അതാണ് കൗണ്ടറിൽ കണ്ടത് എന്ന് പറഞ്ഞ രൂപത്തിലേക്കുള്ള പ്രചരണം അഴിച്ചുവിട്ടവരുണ്ട്. ആ ബഹുമാനരായ ഞങ്ങളോട് ഞങ്ങൾ പറയുന്നു, കൃത്യമായി കണക്ക് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. 4126 പേരാണ് പങ്കെടുത്തത്. 4126 പേർ. 4126 4126 പേരാണ് പങ്കെടുത്തിട്ടുള്ളത്. ഇന്ന് നടന്ന ആഗോള അയ്യപ്പ സംഗമം സംഘാടകർ പ്രതീക്ഷിച്ച രൂപത്തിനേക്കാൾ അപ്പുറത്ത് പങ്കാളിത്തം കൊണ്ടും അതോടൊപ്പം തന്നെ ഉദ്ഘാടന സമ്മേളനവും പിന്നീട് നടന്ന 3 സെഷനുകാരന്മാർ ചർച്ചയും നല്ല വിജയകരമായി അവസാനിച്ചു. അതിൽ ഉദ്ഘാടന സമ്മേളനത്തിൽ രജിസ്റ്റർ ചെയ്ത് വന്ന 4126 പേരാണ് പങ്കെടുത്തത്. 4126 പേർ. 4126 4126 പേരാണ് പങ്കെടുത്തിട്ടുള്ളത്. അതിൽ 2125 പേർ കേരളത്തിന് വെളിയിൽ നിന്നുള്ളവരാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ 182 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. കേരളത്തിൽ നിന്ന് 1819 പ്രതിനിധികളാണ്. 1819 കേരളം, 2125 കേരളത്തിന് വെളിയിൽ നിന്നുള്ള ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റും തിരിച്ചു പറയാം. അതിൽ വിദേശ രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യത്ത് പങ്കെടുത്ത ശ്രീലങ്കയിലാണ് 39 പേർ. 39 ശ്രീലങ്ക. മലേഷ്യയിൽ നിന്ന് 13 പേര്, കാനഡയിൽ നിന്ന് 12 പേര്, അമേരിക്കയിൽ നിന്ന് ഒക്കാനയുടെ പ്രതിനിധികൾ ഉൾപ്പെടെ 5 പേർ, അബുദാബി 18 പേര്, ദുബായ് 16 പേര്, ഷാർജ 19 പേര്, അജ്മൻ 3 പേര്, ബഹ്റിൻ 11 പേര്, ഒമാൻ 13 പേര്, ഖത്തർ 10 പേര്, സിംഗപ്പൂർ 8 പേര്, UK 13 പേര്. ഇങ്ങനെ സൗദി അറേബ്യ 2 ഉൾപ്പെടെ 182 പേരാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പങ്കെടുത്തത്. 182. ഇനി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ: തമിഴ്നാട് 1545, ആന്ധ്രാപ്രദേശ് 90 പേര്, തെലുങ്കാന 182 പേര്, കർണാടക 184 പേര്, മഹാരാഷ്ട്ര 43 പേര്, പോണ്ടിച്ചേരി 53 പേര്, ഉത്തർപ്രദേശ് 4 പേര്, ഗുജറാത്ത് 4 പേര്, ഡൽഹി 2 പേര്, ഹരിയാന 1, ഛത്തീസ്ഗഡ് 4 പേര്, ആസാം 1, ഒഡീഷ 12 പേര്. ഇങ്ങനെ 2125 പേരാണ് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾ എന്ന് വെച്ചാൽ കേരളം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിൽ പങ്കെടുത്തത്. കേരളത്തിൽ 1819 പേർ. അതിൽ 28ഓളം സംഘടനകളുടെ പ്രതിനിധികളുണ്ട് കേരളത്തിൽ നിന്ന്. അതിന്റെ പേരെല്ലാം സ്വാഗത പ്രസംഗത്തിൽ അവിടെ വായിച്ചിരുന്നു. വിട്ടുപോയതും പിന്നെ ചെക്കൂട്ടി ചേർത്തിരുന്നു. ആ സംഘടനകളെല്ലാം പ്രതിനിധികളും ക്ഷണിക്കപ്പെട്ട അതിഥികൾ ഇതിന് പുറമേ ഉണ്ട്. അവരെ പ്രത്യേകമായി രജിസ്റ്റർ ചെയ്തിട്ടില്ല. ക്ഷണിക്കപ്പെട്ട് വേദിയിലുണ്ടായിരുന്ന അതിഥികൾ വേറെ ഉണ്ട് ഇതിന് പുറമേ, അതെനിക്കറിയാം. അപ്പോ ഇതെല്ലാം കൂട്ടിച്ചേർത്താൽ 4126 പ്രതിനിധികളാണ് ഈ മഹാസംഗമത്തിൽ പങ്കെടുത്തത്. അതിൽ പിന്നീട് ചർച്ചകൾക്കായി വേർതിരിക്കുമ്പോൾ രജിസ്റ്റർ ചെയ്ത് അതിനോട് താല്പര്യമുള്ളവരാണ് അതിൽ പോയിട്ടുള്ളത്. അപ്പൊ കുറെ ആളുകൾ എക്സിബിഷൻ കാണുന്നതിന് വേണ്ടി മാറിയിട്ടുണ്ട്, കുറെ ആൾ ഭക്ഷണം കഴിക്കാൻ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ചർച്ചകളിൽ താല്പര്യമുള്ളവരും പേര് കൊടുത്തവരുമാണ്. ചില ആളുകൾ തെറ്റിദ്ധരിച്ച് ഒരു കൗണ്ടറിലെ മാത്രം നമ്പർ എടുത്തിട്ട് അതാണ് പങ്കെടുത്തതെന്ന് വാർത്തകൾ വന്നായിട്ട് ഞങ്ങൾ കണ്ടു. ഒരു കൂട്ടർ 648 എന്ന് പറഞ്ഞ ഒരു കൗണ്ടറിലെ രജിസ്ട്രേഷനാണ്. ഏത് ചർച്ചയ്ക്ക് വേണ്ടി പോകുന്ന ഞങ്ങളിതാ ക്ലൗഡ് മാനേജ്മെന്റിൽ ചർച്ചയ്ക്ക് പോകുന്നു 648, അല്ലെങ്കിൽ മാസ്റ്റർ പ്ലാനിൽ സംസാരിക്കാൻ പോകുന്നു 950, ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടാണ് അതും വിട്ടിരുന്നത്. അപ്പൊ അത് മാത്രം എടുത്തിട്ട് കൊടുത്തിട്ട് അതാണ് കൗണ്ടറിൽ കണ്ടത് എന്ന് പറഞ്ഞ രൂപത്തിലേക്കുള്ള പ്രചരണം അഴിച്ചുവിട്ടവരുണ്ട്. ആ ബഹുമാനരായ ഞങ്ങളോട് ഞങ്ങൾ പറയുന്നു, കൃത്യമായി കണക്ക് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. വിവിധ കൗണ്ടറിലെ കണക്ക് കൂട്ടിയെടുത്ത് അത് ടാലി ചെയ്യുമ്പോഴാണ് കൃത്യമായി അതിന്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തുക. അങ്ങനെ കണക്ക് കൂട്ടി ഓരോ കൗണ്ടറിലെയും കണക്ക് കൂട്ടിയെടുത്ത് കൃത്യമായി രജിസ്ട്രേഷൻ നമുക്ക് 5000-അടുത്തുണ്ടായിരുന്നു. അതിൽ നമ്മൾ ലിമിറ്റ് ചെയ്തിരുന്നത് നേരത്തെ ഞങ്ങൾ പറഞ്ഞു. നമ്മൾ നേരത്തെ തീരുമാനിച്ചിരുന്ന 3000 പേരാണ്. ആ 3000-ന്റെ സ്ഥാനത്ത് വീണ്ടും നമുക്ക് രജിസ്ട്രേഷൻ 5000-അടുത്തപ്പോഴാണ് ചില മേഖലകളിൽ ഞങ്ങളെ കൂടെ പങ്കെടുപ്പിക്കണം എന്നുള്ള അഭ്യർത്ഥന വന്നപ്പോൾ വീണ്ടും 500 വധിപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അതിലും അവിടുന്ന് ആൾ വന്നെത്തി. എന്നാലും നമ്മൾ ഓഡിറ്റോറിയം നിങ്ങൾക്ക് എല്ലാം അറിയാം, നിങ്ങളെല്ലാം കണ്ടതാണ്. ഈ മനോഹരമായ ഓഡിറ്റോറിയത്തിൽ 5000 പേർക്ക് ഇരുന്ന് കാണാനുള്ള സൗകര്യത്തോടു കൂടി ആ ഓഡിറ്റോറിയം ഉണ്ടാക്കി. ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ടാണ് ഒരു ശ്വാസം മുട്ടലില്ലാതെ ആ ഓഡിറ്റോറിയമാണ് ഈ പരിപാടി ഏറ്റവും വിജയിപ്പിച്ചതിന്റെ ഒരു ഘടകം. 5000-ഓളം കസേരകളാൻ പറ്റുന്ന മനോഹരമായ ഓഡിറ്റോറിയം. അത് AC ചെയ്ത് ഭംഗിയാക്കിയിരുന്നു. അത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ചെയ്തു തന്നത്.
നമ്മൾ ആഗ്രഹിച്ച രൂപത്തിൽ ആ സ്റ്റേജ് വന്നിരുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ക്രമീകരണം ഉണ്ടാക്കുന്ന പന്തലുകൾ ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് എങ്ങും ഒരു പരാതിയോ പരിഭവമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അസംതൃപ്തിയോ ഇതുവരെ ആരും രേഖപ്പെടുത്തിയതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധ വന്നിട്ടുണ്ട്. നിങ്ങളും അന്വേഷിച്ച് നോക്കുക, ആരെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ? വന്നപ്പെട്ടവർക്ക് അത്ഭുതകരമായിരിക്കുന്നു. ചരിത്രത്തിൽ ഇതം പ്രദമായ ഇങ്ങനെ ഒരു സംഭവം അത് ഏറ്റവും നല്ല രൂപത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു. സംഘാടനത്തെ അഭിനന്ദിച്ചു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഏറ്റവും ഇസഡ് അദ്ദേഹം 45-50 മിനിറ്റ് എടുത്ത് വളരെ മനോഹരമായി അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഭംഗിയായി പറഞ്ഞു. അത് പിന്നീട് ചർച്ചകളിലേക്ക് പോകാൻ സഹായകരമായി കെ ജയകുമാർ IAS നേതൃത്വത്തിൽ ആദ്യം നടന്ന പ്ലാനും മാസ്റ്റർ പ്ലാനുമായി വന്ന ഡിസ്കഷനിൽ ഏറ്റവും സമർത്ഥരായ സാങ്കേതിക വിദഗ്ധരും അതിലെ വലിയ രൂപത്തിലുള്ള പ്രായോഗിക പ്രവർത്തനങ്ങളിൽ നേതൃത്വപരമായ പങ്കുവഹിച്ചവരും ഇതാണ് പാനൽ തയ്യാറാക്കി. ഡോക്ടർ സുനിലാണ് പിന്നീട് ഇവിടെ അത് അവതരിപ്പിച്ചത്. നിങ്ങൾ കേട്ടവർക്കറിയാം വളരെ ഭംഗിയായിട്ട് അതിൽ വന്ന ആശയം. രണ്ടാമത് ബഹുമാനായ മുൻ കേന്ദ്ര പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉപദേഷ്ടാവുമായിരുന്ന TK നായരാണ് ഒരു സെക്ഷൻ കൈകാര്യം ചെയ്തത്. അദ്ദേഹം അഭിപ്രായം അവിടെ ക്രോഡീകരിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടു. അതിൽ ഒട്ടേറെ പാനൽ വിദഗ്ധന്മാരുണ്ടായിരുന്നു. മൂന്നാമത് DGP ആയിരുന്ന ജേക്കബ് പുന്നൂസും അതോടൊപ്പം ADGP ശ്രീജിത്തും പങ്കെടുത്തുകൊണ്ടാണ് ആൾക്കൂട്ട നിയന്ത്രണവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യപ്പെട്ടത്. അതിൽ വന്ന ആശയങ്ങളുണ്ട്. ഈ 3 സെഷനിൽ നിന്നും ഭാവിയിൽ ഉണ്ടാവേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച് അയ്യപ്പന്മാരുടെ ഭാഗത്തു നിന്ന് ക്രിയാത്മക നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ടുള്ള ചർച്ചകളുണ്ടായി. അതുകൂടാതെ 100 കണക്കിന് ആളുകൾ എഴുതി തന്നിട്ടുണ്ട്. ആ എഴുതി തന്നെല്ലാം പരിശോധിക്കാനാണ് കമ്മിറ്റി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതെല്ലാം എന്നിവിടെ റിലീസ് ചെയ്തിട്ടില്ല. എഴുതി തന്നെല്ലാം സോർട്ട് ചെയ്ത് അവരുടെ അഭിപ്രായങ്ങൾ കേട്ട് അത് ക്രോഡീകരിച്ച് ഇപ്പൊ ഞങ്ങളിവിടെ അനൗൺസ് ചെയ്തൊരു കമ്മിറ്റിയുണ്ട്. ആ 18-അംഗ കമ്മിറ്റി ഈ കാര്യങ്ങൾ പരിശോധിച്ച് ആ വന്ന നിർദ്ദേശങ്ങൾ ഏതെല്ലാം സ്വീകരിക്കുന്നു, ഏതെല്ലാം നടപ്പാക്കുന്നു എന്ന കാര്യം ഭാവിയിൽ വീണ്ടും നിങ്ങളെ വിളിച്ചുകൂട്ടി ഭക്തജനങ്ങളെ അറിയിക്കുന്ന രൂപത്തിലേക്ക് എത്തിച്ചേരും. തുടർന്ന് ഇത് നടപ്പാക്കുന്നതിലേക്കുള്ള നടപടികളുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഒപ്പം അതിനെ സഹായിച്ചുകൊണ്ട് ഗവൺമെന്റും മുന്നോട്ട് വരും. ഇതാണ് പറയാൻ. ഇപ്പോ രാജ്യങ്ങളുടെ 15, സംസ്ഥാനത്തിന്റെ അത് 14. അപ്പൊ ഇതുവരെ ഈ ആഗോള അയ്യപ്പ സംഘവും ഇത്രയേറെ വിജയിപ്പിക്കുന്നതിന് നല്ല സഹായം ചെയ്തത് മാധ്യമങ്ങളാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയും. അപൂർവം ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവാം, അത് സാരയില്ല. പൊതുവിൽ മാധ്യമങ്ങൾ സ്വീകരിച്ച നല്ല നിലപാട് ഈ സംഘവും വിജയിക്കാൻ സഹായകരമായി മാറിയിട്ടുണ്ട് എന്ന് ഈ നിങ്ങളോടുള്ള കടപ്പാട് നിസ്സീമമാണ് എന്ന കാര്യം കൂടി എടുത്ത് രേഖപ്പെടുത്തുകയാണ്. പറയാമോ? അത് അദ്ദേഹം അലങ്കാരികമായി പറഞ്ഞൊരു കാര്യം. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ശബരിമലയെ ഒരു അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റിയപ്പോൾ നാളുകളിൽ നമുക്ക് കേരളത്തിനുണ്ടാകാൻ പോകുന്ന അതുവഴി ഉണ്ടാകുന്ന ഒരു പുരോഗതി കൂടെ കാണണം. എത്രയോ ആളുകളാണ് വിദേശത്തും സ്വദേശത്തും വണ്ടിയെടുത്ത് പ്ലെയിനില് എല്ലാം ഇവിടെ വന്ന് ഹോട്ടലിൽ മുറിയെടുത്ത് അതുപോലെ വാഹനങ്ങളിൽ കയറി ഹോട്ടലിൽ കയറി ഇതെല്ലാം വരുമ്പോൾ നാട്ടിൽ ഉണ്ടാകുന്ന ഒരു സാമ്പത്തിക വരുമാനം കൂടി ഉണ്ട് ഇതിനകത്ത്. അതൊരു മറുവശം. അതാണ് ഈ പിൽഗ്രിം ടൂറിസത്തിന്റെ മുന്നേറ്റത്തിൽ നമുക്ക് നാടിനുണ്ടാകുന്ന അഭിമാനകരമായ മുന്നേറ്റം. അത് നിങ്ങൾക്കെല്ലാം അറിയാം. നിങ്ങൾ അതൊക്കെ അപകൃത്യം ചെയ്യുന്നവരാണ്. നമ്മൾ ഈ കഴിഞ്ഞ മണ്ഡല മഹോത്സവവും അരവിളക്ക് മഹോത്സവവും ഏതാണ്ട് 53,60,000 പേർ വന്നു പോയപ്പോ കേരളത്തിൽ നിന്നുള്ളവർ മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തിന് വെളിയിൽ നിന്ന് എത്രയോ സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യത്ത് നിന്ന് വന്നു പോയവരെല്ലാം നമുക്ക് നൽകിയ വലിയ രൂപത്തിലുള്ള വിവിധ തരങ്ങളിലുള്ള സഹായങ്ങളും സംഭാവനകളും ഉണ്ട്. അത് ഇപ്പൊ ഇതിൽ തന്നെ ഇത് കഴിഞ്ഞപ്പോ ചർച്ചകൾ കഴിഞ്ഞപ്പോ 2-3 കൂട്ടർ ചോദിച്ചു, ഇപ്പൊ സ്പോൺസർഷിപ്പ് സ്വീകരിക്കുന്നുണ്ടോ? ഞങ്ങൾ പറഞ്ഞു അതിനുവേണ്ടി വിളിച്ചു കൂട്ടിയതല്ല. ഇപ്പം ഈ ആശയങ്ങളെല്ലാം ഉണ്ടാക്കിയതിനു ശേഷം നടപ്പാക്കുന്ന ഘട്ടം വരുമ്പോൾ ഞങ്ങൾ ഈ കാര്യം അനൗൺസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കാര്യം ഏറ്റെടുത്ത് നടപ്പാൻ താല്പര്യമുള്ളവരിന് വന്നോ, അപ്പൊ സഹകരിപ്പിക്കും. അത് ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചെയ്യാൻ ഇപ്പൊ തന്നെ പലരും മുന്നോട്ട് വന്നിട്ടുണ്ട്. അതാണ് ഇതിന്റെ വേറൊരു ഗുണം. അതുകൂടെ പറയാം. വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഒരു 4-5 പേര് വന്ന് ചോദിച്ചു, ഞങ്ങൾ ഇതിനകത്ത് ഏത് രൂപത്തിലാണ് സഹകരിക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് ഞങ്ങളും മുന്നോട്ട് വരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് 5 കൂട്ടർ സംസാരിച്ചിരുന്നു. അവരുടെ പേര് വെളിപ്പെടുന്നില്ല, കാരണം അവർ മുന്നോട്ട് വന്ന് പരസ്യമായി ചെയ്യാൻ തയ്യാറുള്ളവരാ. അപ്പൊ ഞങ്ങൾ ആ പേരെല്ലാം പറയാം. അല്ല, ഞങ്ങളിപ്പോ ഈ വരുന്ന തീർത്ഥാടനത്തിനുള്ള തുടക്കം ഇതിപ്പോ സെപ്റ്റംബർ മാസം, ഒക്ടോബർ ആദ്യം തന്നെ ഇപ്പൊ തന്നെ നിങ്ങൾ 2 മീറ്റിംഗ് കഴിഞ്ഞു. ഇനി തുടർന്ന് ഈ ഒക്ടോബർ മാസത്തിൽ എല്ലാ ഇടത്താവളങ്ങളിലെയും അതോടൊപ്പം തന്നെ പമ്പയിൽ കേന്ദ്രീകരിച്ചും സന്നിധാനത്തിൽ കേന്ദ്രീകരിച്ചും തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ചും അടുത്ത തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പൊ തുടങ്ങിക്കഴിഞ്ഞു. അത് കുറെ കൂടി വിശാലമായ രൂപത്തിലേക്ക് പോകും. ആ പോകുന്ന കൂട്ടത്തിൽ ഇപ്പൊ ഈ കമ്മിറ്റി ഇത് പരിശോധിച്ച് തീർത്ഥാടനം തീരുന്നതിന് മുമ്പ് നമുക്ക് അനൗൺസ് ചെയ്യാൻ കഴിയും. ഇപ്പൊ റോപ്പയുടെ കാര്യത്തിൽ ഞാൻ അന്നേരം പറഞ്ഞല്ലോ, റോപ്പേ കേരളത്തിന്റെ മുഴുവൻ പ്രൊസീഡിങ്സും പൂർത്തീകരിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്ത് ഇനി ഒന്നും തീരാനില്ല. പകരം ഭൂമി കൊടുത്തു, അത് ഹാൻഡ് ഓവർ ചെയ്തു. അതിന്റെ പരിസ്ഥിതി കമ്മിറ്റി ആലോചിച്ചു, എല്ലാ കമ്മിറ്റികളും സാക്ഷ്യം തന്നു. ഇപ്പൊ കേന്ദ്രം വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കൊടുത്തിരിക്കുക. അവരുടെ ഒപ്പൂടെ കിട്ടിയാൽ
പിറ്റേ ദിവസം നമുക്ക് തറക്കല്ലിടാവുന്ന രൂപത്തിലേക്ക് റോപ്പ് എത്തിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. അതാണ് CM-ന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ അത് മെൻഷൻ ചെയ്തിരുന്നു. രാഷ്ട്രപതി ഇങ്ങോട്ട് വിളിച്ച് ഓഫീസിൽ നിന്ന് അന്വേഷിച്ചതാണ്. എന്നെ വിളിച്ചിരുന്നു, ഈ ഒക്ടോബർ മാസത്തിൽ വരുന്നാൽ ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ? ഇല്ല, നമ്മൾ റെഡി, ഏത് സമയത്തും വന്നോളാനുള്ള തിരിച്ചു മെസ്സേജ് കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഡേറ്റ് അറിയിച്ച് കഴിയുമ്പോൾ നിങ്ങളെ വിളിച്ച് പറയും. അതെ, നേരത്തെ തന്നെ ഒരു അനൗൺസ്മെന്റ് കിട്ടി, നമ്മളതിന് തയ്യാറെടുത്താൽ അന്നേരം വെള്ളത്തിന്റെ പ്രകൃതിക്ഷോഭം ഉണ്ടായത്. അതുകൊണ്ടാണ് പിന്നെ മാറ്റിയത്. അത് വരുന്ന ഘട്ടം നമുക്ക് ഇതെല്ലാം നിശ്ചയമായും പറയാറുണ്ട്. നമുക്കില്ല, തീയതി നമ്മൾ കൊടുത്ത അനുമതിയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ച് ഇങ്ങോട്ട് അറിയിക്കാന്ന് പറഞ്ഞു. ഒക്ടോബറിൽ വരുമെന്ന് പറഞ്ഞു. അതെ, അത് ഇതുമായിട്ട് ബന്ധമില്ലല്ലോ, ഒരു ദിവസം കാര്യം. അപ്പൊ എല്ലാവർക്കും നന്ദി. ഈ കാര്യങ്ങളെല്ലാം നല്ല സഹകരണം ഉറപ്പാക്കിയതിന്. 1100 കൂടെ കോപ്പി ഇട്ടേരെ. MLA-ക്കും കൊടുക്കണം, കളക്ടറേലും കൊടുക്കണം. എവിടെ